ബി.ജെ.പി. കേരള ഘടകത്തിന് സുരേഷ് ഗോപിയെ അങ്ങ് പിടിക്കുന്നില്ല. ഡൽഹിയിൽ നിന്നും മോദിയുടെ ചങ്കായി കെട്ടിയിറങ്ങി വന്നതാണെന്നൊക്കെ ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. അതിനുമേലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയായപ്പോൾ ഒട്ടും പിടിക്കുന്നില്ലത്രേ. എന്നാൽ അതാണോ സത്യം? സുരേഷ് ഗോപിയെ കൊണ്ട് സത്യത്തിൽ വഴി നടക്കാൻ മേലാതായിരിക്കുകയാണ് കേരളത്തിലെ ബി.ജെ.പിക്കാർ. എന്താ കാരണം? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നാക്ക് പിഴച്ചുകൊണ്ടിരിക്കുന്നു. ആ നാവിൽ നിന്നും വന്നിരുന്നത് തകർപ്പൻ സിനിമാ ഡയലോഗുകളായിരുന്നു പണ്ട്. അത് തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തവയാണ്. പക്ഷേ സുരേഷ് ഗോപി തന്റെ സ്വന്തം വാക്കുകൾ എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവയൊക്കെ പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാക്കുകൾ തകർപ്പനല്ല, പക്ഷേ സ്വന്തം അടിത്തറയിളക്കുന്ന ഡയലോഗുകളാണെന്ന് മാത്രം. അതിനു പിന്നാലെ വലിയ പണികളും കിട്ടിത്തുടങ്ങി. വികസനത്തിന്റെ പേരും പറഞ്ഞ് പരസ്പരം കലഹിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും. തൃശൂരിലേക്ക് കൊച്ചി മെട്രോ വലിച്ചു നീട്ടുമെന്ന് പറഞ്ഞ് നേരത്തെ ഒരു പണി കിട്ടിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വി മുരളീധരനുമായുള്ള ഉടക്ക്. കെ കരുണാകരന് ശേഷമുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ കേരളത്തെ അവഗണിച്ചെന്നായിരുന്നു കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞത്. സ്വാഭാവികമായും മോദിയുടെ മുൻ സർക്കാരുകളിൽ കേരളത്തിൽ നിന്ന് മന്ത്രിമാരായ അൽഫോൺസ് കണ്ണന്താനം, വി മുരളീധരൻ എന്നിവർ കൂടി ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിലൂടെ അദ്ദേഹം പറയാതെ പറയുന്നത് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കേരളത്തിനായി ഒന്നും ചെയ്തില്ല എന്ന് തന്നെയാണ്. ഇതോടെ തന്നെ സുരേഷ് ഗോപിയോടുള്ള അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് വി മുരളീധരൻ. എല്ലാ തലത്തിലും ഒറ്റയാനായ സുരേഷ് ഗോപിക്കായി നിന്നും പ്രവർത്തിച്ച ബി.ജെ.പിക്കാർ പ്രതിസന്ധിയിലാണ്. മന്ത്രിയുടെ പ്രതികരണത്തോടുള്ള അതൃപ്തി പരസ്യമാക്കും വിധമായിരുന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. താൻ കേരളത്തിനായി എന്ത് ചെയ്തുവെന്ന് ജനങ്ങൾക്കറിയാമെന്ന് മുരളീധരൻ തിരിച്ചടിച്ചു. സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തുമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. മന്ത്രി തിരുത്തി പറയണമെന്ന ആവശ്യം തന്നെയാണ് ഇതിലൂടെ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരത്തെ വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയാവേശത്തിൽ സുരേഷ് ഗോപി നടത്തിയ ചില പ്രതികരണങ്ങളിൽ ബി.ജെ.പി. നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. വിജയത്തിൽ പാർട്ടിയുടെ പങ്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ അദ്ദേഹം വിമുഖത കാണിച്ചു എന്നായിരുന്നു വിമർശനം. അങ്ങനെ പാർട്ടിക്കകത്തു നിന്നും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനത്തിൽ മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ വീട്ടിലെത്തിയതും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെ പുകഴ്ത്തി പറയുന്നതുമൊക്കെ ബി.ജെ.പി. നേതാക്കൾക്ക് സുഖിച്ചിട്ടില്ലെങ്കിലും പൊതുസമൂഹത്തിനിടയിൽ രാഷ്ട്രീയത്തിന് അതീതമായ സ്വീകാര്യത നേടിക്കൊടുത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ജയിച്ചതു മുതൽ വിവാദങ്ങൾ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിയിലെ ഒരംഗം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇനിയും എന്തെല്ലാം പുലിവാലുകൾ വരുമെന്ന് വഴിയേ അറിയാം.